സമീപകാലത്തായി പുരുഷാവകാശ സംഘടനകൾ പുതിയൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾ, മറുഭാഗത്ത് സ്ത്രീകളുടെ പരാതികൾ വ്യാജമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന പുരുഷാവകാശ പ്രസ്ഥാനങ്ങൾ. സോഷ്യൽ മീഡിയയിലും സ്ത്രീവിരുദ്ധ കണ്ടന്റുകൾ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു യാദൃശ്ചികതയല്ല. ഇലോൺ മസ്കിന്റെ എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പണം നേടിത്തരുന്ന ഒരു കണ്ടന്റായി സ്ത്രീവിരുദ്ധത മാറിയിരിക്കുകയാണ്. ഇന്നത് ഒരു ആക്ടിവിസം മാത്രമല്ല, വലിയൊരു കച്ചവട ചരക്കായി മാറിയിരിക്കുന്നു. എന്താണ് ഇതിനു പിന്നിൽ നടക്കുന്ന സാമ്പത്തിക കളികൾ? എന്തുകൊണ്ടാണ് പുരോഗമന കേരളത്തിലടക്കം സ്ത്രീവിരുദ്ധത വിതറുന്ന പുരുഷാവകാശ പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. പുരുഷാവകാശ പ്രവർത്തനം ഇന്നൊരു ബിസിനസ് മോഡലാണ്. ഇത് പ്രധാനമായും സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇലോൺ മസ്ക് എക്സ് ഏറ്റെടുത്തതോടെ സ്ത്രീവിരുദ്ധവും ഫെമിനിസ്റ്റ് വിരുദ്ധവുമായ കണ്ടന്റുകൾക്ക് വലിയ റീച്ചാണ് ലഭിക്കുന്നത്. പുരുഷാവകാശത്തിന്റെ പേരിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീവിരുദ്ധമായ കണ്ടന്റുകൾക്ക് താഴെ അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ കമന്റുകൾ കൊണ്ടുള്ള യുദ്ധമാണ്. എൻഗേജ്മെന്റ് കൂടിയാൽ വരുമാനം കൂടും. ഫെമിനിസത്തെ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നതോ ആയ ഉള്ളടക്കങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അതിവേഗം റീച്ച് ലഭിക്കുന്നു. കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നതോടെ യൂട്യൂബ് വഴിയും മറ്റും വലിയ തോതിലുള്ള പരസ്യ വരുമാനം ലഭിക്കുന്നു. അതുമാത്രമല്ല, രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾ ഉൾപ്പെട്ട കേസുകളിൽ അവർക്ക് അനുകൂലമായ പൊതുവികാരം സൃഷ്ടിക്കാൻ പുരുഷാവകാശ പ്രവർത്തകരെ ഉപയോഗിക്കുന്നു എന്ന ആരോപണവുമുണ്ട്. ഇതിനായി വലിയ തുകകൾ PR ഫണ്ടായി കൈമാറപ്പെടുന്നു. നിയമക്കുരുക്കിലാകപ്പെട്ട പുരുഷന്മാരുടെ ഭയത്തെ ചൂഷണം ചെയ്ത് സംഘടനകളുടെ പേരിൽ വലിയ തുക കൺസൾട്ടേഷൻ ഫീസായും അംഗത്വ ഫീസായും ഈടാക്കുന്നു. ആൽഫ മെയിൽ കോഴ്സുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ വരിസംഖ്യ ഈടാക്കുന്ന ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ തന്നെ ഓൺലൈനിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഡൽഹി മുതൽ കേരളം വരെ പടർന്നു കിടക്കുന്ന ഈ ഗ്രൂപ്പുകൾക്ക് പലപ്പോഴും രാഷ്ട്രീയമായ സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ മാറ്റം പ്രകടമായത് രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെയുള്ള പീഡന ആരോപണ കേസിലാണ്. ഒരു സ്ത്രീ പരാതിയുമായി വരുമ്പോൾ ആ പരാതിയെ നിയമപരമായി നേരിടുന്നതിന് പകരം ഇരയെ പരസ്യമായി അപമാനിക്കാനുള്ള നീക്കങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. MLA-ക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് വാദിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തെത്തി. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ പ്രവൃത്തിയെ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യ സമരം എന്നാണ് രാഹുൽ ഈശ്വർ തന്നെ വിശേഷിപ്പിച്ചത്. അതിനെ അനുകൂലിക്കാനും അണികളും പുരുഷാവകാശ പ്രവർത്തകരും എത്തി. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ഇതിനെ ഒരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമായി ചിത്രീകരിക്കുന്നതിലൂടെ കുറ്റവാളിക്ക് വലിയ തോതിലുള്ള പൊതുജന പിന്തുണയാണ് ലഭിക്കുന്നത്. ഒരു സ്ത്രീ പരാതിയുമായി വന്നാൽ ഉടൻ അവളുടെ മുൻകാല ജീവചരിത്രം ചികഞ്ഞെടുക്കുക, സ്വഭാവ ഹത്യ നടത്തുക എന്നത് പുരുഷാവകാശ ഗ്രൂപ്പുകളുടെ പൊതുവായ രീതിയായി മാറിയിരിക്കുന്നു. ഇത് പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്ന മറ്റു സ്ത്രീകളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ആയുധമായി മാറുന്നു. യഥാർത്ഥത്തിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയോ മാനസിക സമ്മർദ്ദമോ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പുരുഷാവകാശ സംഘടനകൾക്ക് താല്പര്യം സ്ത്രീവിരുദ്ധത വിൽക്കാനും അത് സംസാരിക്കാനുമാണ്. ഈ പ്രവണത കേരളത്തിൽ ഏറ്റവും ശക്തമായത് പയ്യന്നൂരിലെ KSRTC ബസ്സിൽ വെച്ചുണ്ടായ സംഭവത്തോടെയാണ്. ഷിംജിത എന്ന സ്ത്രീ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു. ദീപക് എന്ന വ്യക്തി അപമാനിക്കപ്പെടുന്നു. തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്യുന്നു. ഇത് പുരുഷാവകാശ ഗ്രൂപ്പുകൾക്ക് വലിയൊരു ആയുധമായി മാറി. സ്ത്രീകൾക്ക് നിയമം നൽകുന്ന പരിരക്ഷ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ഭയം സാധാരണക്കാരായ പുരുഷന്മാർക്കിടയിലുണ്ട്. ഈ ഭയത്തെയാണ് പുരുഷാവകാശ സംഘടനകൾ ചൂഷണം ചെയ്യുന്നത്. തങ്ങൾ എപ്പോഴും ഇരകളാണെന്ന ബോധം പുരുഷന്മാർക്കിടയിൽ കുത്തിവെച്ച് അവരെ കൂടെ നിർത്തുകയാണ് മിക്ക പുരുഷാവകാശ സംഘടനകളും ചെയ്യുന്നത്. ഇതിന്റെ യഥാർത്ഥ അപകടം കുറ്റവാളികൾ ഈ സംഘടനകളെ തങ്ങളുടെ കവചമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്ന് അവകാശപ്പെടുന്നവർ എങ്ങനെയാണ് ഒരു കുറ്റവാളിയെ വെള്ളപൂശുന്നത് എന്നതിന്റെ തെളിവാണ് സവാദ് എന്ന വ്യക്തിയുടെ കേസ്. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ വെച്ച് ഒരു യാത്രക്കാരിക്ക് നേരെ സവാദ് എന്ന യുവാവ് നഗ്നതാ പ്രദർശനം നടത്തുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. യുവതി ഇത് വീഡിയോയിൽ പകർത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ ബസ് കണ്ടക്ടർ ഇടപെട്ട് സവാദിനെ പോലീസിൽ ഏൽപ്പിച്ചു. സവാദ് ജയിൽ മോചിതനായപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അയാൾക്ക് വലിയ സ്വീകരണം നൽകി. ആലുവ സബ് ജയിലിന് മുന്നിൽ വെച്ച് ഹാരമണിയിച്ചും ലഡു വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. സവാദ് ഒരു കള്ളക്കേസിന്റെ ഇരയാണെന്നും പ്രശസ്തിക്ക് വേണ്ടി യുവതി കെട്ടിച്ചമച്ച കഥയാണിതെന്നും അവർ പ്രചരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ ഈ സംഘടനയുടെ പ്രവർത്തകർ സവാദിനെ ഒരു പോരാളിയായി ചിത്രീകരിച്ചു. പുരുഷാവകാശ സംഘടനകൾ നൽകിയ പിന്തുണയും സ്വീകരണവും കഴിഞ്ഞ് അധികം വൈകാതെ സവാദ് വീണ്ടും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മറ്റൊരു സ്ത്രീക്ക് നേരെയും അയാൾ നഗ്നതാ പ്രദർശനം നടത്തി. സ്ത്രീയുടെ പരാതിയെ തുടർന്ന് ഹിൽ പാലസ് പോലീസ് സവാദിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇതോടെ സവാദിനെ നിരപരാധി എന്ന് വിളിച്ച് ആഘോഷിച്ച പുരുഷാവകാശ സംഘടനകൾ വലിയ പ്രതിരോധത്തിലായി. ഒരു ക്രിമിനലിനെ ആഘോഷിക്കുന്നത് വഴി അവർ സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം തെളിയിച്ചു. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീപീഡന കേസുകളിൽ വെറും 8% മാത്രമാണ് വ്യാജമെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ തന്നെ പറയുന്നു.
എന്നാൽ ഈ 8% കാട്ടി ബാക്കിയുള്ള 92% വരുന്ന യഥാർത്ഥ പീഡനങ്ങളെ മൂടിവെക്കാനാണ് പല ഗ്രൂപ്പുകളും ശ്രമിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ പുരുഷനും സ്ത്രീയും പരസ്പരം ശത്രുക്കളാണെന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഉന്നാവോ പീഡന കേസ് പോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി അനുകൂലമായ പൊതുജനാഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ കോടികളുടെ PR വർക്കുകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പുരുഷാവകാശ പ്രവർത്തകർ ഇതിന്റെ ഗുണഭോക്താക്കളാകുന്നു എന്ന ഗൗരവകരമായ ആരോപണവും പലയിടങ്ങളിൽ നിന്നും ഉയർന്നു തുടങ്ങി. ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ ബ്രിജ്ഭൂഷൺ സിംഗിനെ പിന്തുണച്ചുകൊണ്ട് പല പുരുഷാവകാശ ഗ്രൂപ്പുകളും രംഗത്തെത്തിയിരുന്നു. ഇരകളായ താരങ്ങളുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യാനും അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനും സോഷ്യൽ മീഡിയയിൽ പണം മുടക്കിയുള്ള ക്യാമ്പയിനുകൾ നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. ഉന്നാവോ കേസിലെ ഇരയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ പുരുഷാവകാശ പ്രവർത്തക ബർഗ തെഹ്റാനെ പലതവണ കോടതി താക്കീത് ചെയ്തിട്ടുണ്ട്. കുറ്റവാളിയായ കുൽദീപ് സെൽഗറിനെ പിന്തുണച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് വലിയ വിവാദവുമായിരുന്നു. ഇത് വെറും വികാര പ്രകടനമല്ല, മറിച്ച് വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അജണ്ടയാണ് ആൽഫ മെയിൽ കോഴ്സുകളുടെയും മാൻഹുഡ് ഉൽപ്പന്നങ്ങളുടെയും മറവിൽ യുവാക്കളുടെ പോക്കറ്റ് അടിക്കുന്ന സംഘങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, മറിച്ച് അവരെ കൂടുതൽ റാഡിക്കലുകളാക്കി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. നീതി വേണമെന്നത് സത്യമാണ്, പക്ഷെ അത് നിയമത്തിലൂടെയാകണം. പയ്യന്നൂരിലെ ദീപകിന്റെ ആത്മഹത്യ ഒരു നോവാണെങ്കിൽ കുറ്റവാളികൾക്ക് മാലയിട്ട് സ്വീകരണം നൽകുന്ന പ്രവണത ഒരു ദുരന്തമാണ്. പുരുഷന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അത് സ്ത്രീകളെ വേട്ടയാടുന്ന ക്രിമിനലുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടം നൽകിക്കൊണ്ടാകരുത് എന്ന് മാത്രം.